ഇന്നതേ കാറിൽ ഇവർക്കൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ മനസ്സിലൊരു മിക്സഡ് ഇമോഷനാണ്. സന്തോഷവും സങ്കടവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടി കലർന്ന് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് മറ്റൊരു കംഫർട്ട് സോണിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ തവണ ഇതുപോലെ പോയപ്പോൾ യാത്രയപ്പിന് ഒപ്പം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനും മാറ്റം വന്നു. എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് എൻ്റെ വിളിപ്പുറത്തുണ്ടായിരുന്നവരൊക്കെ വിട്ട് പുതിയൊരു ലോകം കെട്ടിപ്പണിയാനുള്ള യാത്രയാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു പിടച്ചിലാണ് കേട്ടോ. ഇനി ഏതാനും നിമിഷം കൂടി കഴിഞ്ഞാൽ പറന്നുയരുന്ന വിമാനത്തിൽ ഞാനും മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നൊരു ചിന്ത. നമ്മൾ എവിടെ പോയി സെറ്റിൽഡ് ആയാലും നമുക്ക് തിരിച്ച് ഓടിയെത്താൻ തോന്നുന്ന ഒരിടമാണല്ലേ നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മളായി അക്സെപ്റ്റ് ചെയ്ത ഒരു കൂട്ടം മനുഷ്യരുടെ അടുത്തേക്ക്. അത് ഒരിക്കലെങ്കിലും പ്രവാസ ജീവിതം തൊട്ടറിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഒരു 10 ദിവസ വെക്കേഷന് പോകുന്ന പോലെ അല്ല നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ടിട്ട് മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നത്. അതിൻ്റെ അടയാളം എന്നോണമാണല്ലോ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന കലങ്ങിയ കണ്ണുകളും യാത്രയപ്പുകളും അല്ലേ. അങ്ങനെ ഞാനും യാത്ര ചോദിച്ചു പോവുകയാണ് UAE-യിലേക്ക്. ഈ ഒരു സീനുണ്ടല്ലോ, കയറിപ്പോയിട്ട് തിരിഞ്ഞ് വീണ്ടും ഒരു ടാറ്റ കൊടുക്കുന്നതിൻ്റെ ഒരു സംതൃപ്തി അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ യാത്രയപ്പൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ഏതാനും മണിക്കൂറുകൾ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള പടികളാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ മറ്റൊരു കംഫർട്ട് സോൺ. ഇനി ആ ഏതാനും മണിക്കൂറുകൾ വിരലിൽ എണ്ണി എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കും. ആ കാത്തിരിപ്പിനൊടുവിൽ ഈ ഒരു കാഴ്ച നമുക്ക് തരുന്നൊരു ഫീലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ